കനത്ത മഴയെ തുടർന്ന് താമരശ്ശേരി ചുരം വീണ്ടും അടച്ചു. കനത്ത മഴയിൽ പാറക്കല്ലുകളും മണ്ണും റോഡിലേക്ക് പതിക്കുന്നു. കോഴിക്കോട് ഭാഗത്തു നിന്നും വയനാട്ടിലേക്കുള്ള വാഹനങ്ങൾ താമരശ്ശേരി ചുങ്കത്ത് നിന്നും പോലീസ് കുറ്റ്യാടി വഴി തിരിച്ചുവിടുന്നു. മലപ്പുറം ഭാഗത്തു നിന്നും വയനാട്ടിലേക്ക് പോകുന്നവർ നാടുകാണി ചുരം വഴി തിരിഞ്ഞു പോകണം. താമരശ്ശേരി ചുരത്തിനോട് ചേർന്നൊഴുകുന്ന അടിവാരം പൊട്ടി കൈപ്പുഴയിൽ മലവെള്ളപ്പാച്ചിലാണുള്ളത്. ദീപക് മോഹനും ദീപക് മലയമ്മയും ചേരുന്നുണ്ട് ഇപ്പോൾ തത്സമയ വിവരങ്ങളുമായി. ആദ്യം ദീപക് മോഹനിലേക്ക് പോവുകയാണ്. ദീപക്, ഇപ്പോഴും ഈ മണ്ണിടിച്ചിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണോ? അവിടെ ഒരു ഭീഷണിയുള്ള സാഹചര്യം തന്നെയാണോ ഉള്ളത്? എന്താണ് അവിടുത്തെ സ്ഥിതി? എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ നൽകിയിട്ടുള്ളത്? വിനീഷ്, അല്പം മുൻപ്, അതായത് 2 മണിയോട് കൂടിയാണ് നേരത്തെ മണ്ണിടിഞ്ഞ ഈ 9ാം വളവ് വ്യൂ പോയിന്റിന് സമീപം കനത്ത മഴയെ തുടർന്ന് മുകൾ ഭാഗത്തു നിന്നുള്ള കല്ലും മണ്ണും റോഡിലേക്ക് പതിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇപ്പോൾ ആ ഭാഗത്തേക്ക് ആളുകളെ കടത്തിവിടുന്നില്ല. പൊതുജനങ്ങൾക്ക് ആ ഭാഗത്തേക്ക് നിയന്ത്രണമുണ്ട്. താഴെ വയനാട് താമരശ്ശേരി ചുരത്തിന്റെ താഴ്ഭാഗത്തുള്ള അടിവാരത്തും ഒപ്പം ലക്കിടി കവാടത്തിന് സമീപമൊക്കെ പോലീസ് നിയന്ത്രണമുണ്ട്. നിലവിൽ ഈ ലക്കിടി കവാടത്തിന് സമീപമുള്ള പോലീസ് ഹെഡ് പോസ്റ്റിന് റോഡ് കുറുകെ പോലീസ് കയർ കെട്ടി ഗതാഗതം നിയന്ത്രിച്ചിരിക്കുന്നു. ഇതിലൂടെയുള്ള ഗതാഗതത്തിന് തടസ്സമുണ്ട്. ഗതാഗതം നിരോധിച്ചിരിക്കുകയാണ്. കനത്ത മഴയിൽ പാറക്കല്ലുകളും മണ്ണും റോഡിലേക്ക് അടർന്നു വീണ് പതിച്ചു. 2 മണിയോട് കൂടി പെയ്ത കനത്ത മഴയിലാണ് നേരത്തെ മണ്ണിടിച്ചിലുണ്ടായ ഈ 9ാം വളവിന് സമീപത്തെ മുകൾ ഭാഗത്തു നിന്നുള്ള പ്രദേശത്തു നിന്ന് വലിയ കല്ലുകളും പാറക്കല്ലുകളും മരങ്ങളും ഒക്കെ കടപുഴകി റോഡിലേക്ക് പതിച്ചത്. കനത്ത മഴയും ഈ മേഖലയിൽ പ്രതിസന്ധി സൃഷ്ടിച്ചു. നിരവധി ഫയർഫോഴ്സുകാരും പോലീസ് അടക്കമുള്ള ആളുകൾ ആ മേഖലയിൽ ഉണ്ടായിരുന്നെങ്കിലും അവിടെ നിന്ന് ഈ കല്ലും മണ്ണും മാറ്റുന്നത് വലിയ ശ്രമകരമായ ദൗത്യമാണ്. ഇന്നലെ മണ്ണിടിച്ചിലുണ്ടായത് നീണ്ട 13 മണിക്കൂർ നേരത്തെ ദൗത്യത്തിനൊടുവിലാണ് റോഡിൽ നിന്ന് മാറ്റി ഗതാഗതം വീണ്ടും പുനഃസ്ഥാപിച്ചത്. നിലവിൽ റോഡിൽ കുടുങ്ങിക്കിടന്നത്, അതായത് ചുരത്തിന് മുകളിൽ കുടുങ്ങിക്കിടന്ന വാഹനങ്ങളൊക്കെ തന്നെ താഴ്ഭാഗത്തേക്ക് തുറന്നു വിട്ടു. അവരെ വാഹനങ്ങൾ കടത്തി വിട്ടതിന് ശേഷമാണ് കനത്ത മഴ പെയ്തത്. ഇപ്പോൾ കനത്ത മഴയെ തുടർന്ന് ആ ഭാഗത്തേക്ക് ഗതാഗത നിയന്ത്രണമുണ്ട്. മഴ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മാറ്റാൻ വീണ്ടും സമയമെടുക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്, അല്ലേ? ഒപ്പം തന്നെ ഈ യാത്രക്കാർ, അതുവഴി പോകുന്ന യാത്രക്കാർ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, ദീപക്? വിനീഷ്, അതായത് ഇനിയും ആ ഭാഗത്ത്, അതായത് മഴയുടെ ശക്തി അല്പം കുറഞ്ഞാൽ മാത്രമേ ഇനി മുകൾ ഭാഗത്തുള്ള കല്ലും മണ്ണും ഒക്കെ, റോഡിൽ പതിച്ചിരിക്കുന്ന കല്ലും മണ്ണും ഒക്കെ ഇവിടെ നിന്ന് മാറ്റാൻ സാധിക്കൂ. മാത്രമല്ല, നിലവിൽ അവശ്യ സർവീസുകൾ, അതായത് ആംബുലൻസ് ഉള്ള വാഹനങ്ങൾ പോലീസ് കടത്തിവിടുന്നുണ്ട്. പക്ഷേ നിരവധി യാത്രക്കാർ, ചരക്ക് വാഹനങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ മേഖലയിലൂടെ പോകുന്നുണ്ട്. ആ വാഹനങ്ങൾ കടത്തിവിടുന്നില്ല. ഈ പോലീസ് ഇവിടെ കയറുകെട്ടി നിയന്ത്രിക്കുന്നുണ്ട്. സർക്കാരിന്റെ വകുപ്പുകളുടെ വാഹനങ്ങൾ ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. പൊതുമരാമത്ത് വകുപ്പിന്റെ ദേശീയപാത അതോറിറ്റി. ഏതായാലും യാത്രക്കാർ നിർദ്ദേശങ്ങൾ അനുസരിച്ച് മാത്രം നീങ്ങുക. ദീപക് മലയമേലേക്ക് കൂടി പോവുകയാണ്. ദീപക്, ഈ മലവെള്ളപ്പാച്ചിൽ അത് ഒരു ആശങ്കപ്പെടുന്ന രീതിയിലാണോ? ദിനേശ്, നിലവിൽ ആശങ്കപ്പെടുത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല. പക്ഷേ ശക്തമായ കുത്തൊഴുക്കുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ദൃശ്യങ്ങൾ ഉൾപ്പെടെ അത് കൃത്യമായി വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. നേരത്തെ തന്നെ പൊട്ടിക്കൈ പുഴയിലേക്ക് ജലം കുതിച്ചെത്തുന്നു എന്നുള്ളതായിരുന്നു വിവരം. അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ അത് സൂചനകൾ നൽകുകയും ചെയ്യുന്നുണ്ട്. നേരത്തെ ഈ ചുരത്തിലെ ഗതാഗതം പൂർണ്ണമായും നിരോധിക്കുന്ന സാഹചര്യം ഉണ്ടായത് ശക്തമായ മഴ ആ മേഖലയിൽ ഉള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ മലയോര മേഖലയിൽ ശക്തമായ മഴയുടെ തോത് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് നാട്ടുകാരുൾപ്പെടെ പറയുന്നത്. അതിൻ്റെ ഭാഗമായാണ് പൊട്ടിക്കൈ പുഴയിലേക്ക് ഇത്തരത്തിൽ കുത്തൊഴുക്കുണ്ടായിരിക്കുന്നത്. അവിടെ പൊട്ടിക്കൈ പുഴയുടെ ഓരത്ത് താമസിക്കുന്നവരോട് ജാഗ്രതാ നിർദ്ദേശം എന്നുള്ള നിലയ്ക്ക് മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് മറ്റ് ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിലില്ല എന്ന് പറയാം. വിനേഷ്, ശരി. ദീപക് മലയമ്മയും അതുപോലെ തന്നെ ദീപക് മോഹനുമാണ് വിവരങ്ങൾ നൽകിയത്.